Today we will discuss about method of variation of parameters, and it is applied to differential equation y double dash plus p of x into y dash plus q of x into y equal to r of x. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് മാത്രമായിരുന്നു നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ആർ ഓഫ് എക്സിന്റെ ഫോമൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തായിരുന്നു, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെങ്കിൽ ഉള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിൽ മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതായത് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിലും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെങ്കിലും വൈ പി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പം വൈ എച്ച് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ തന്നെ എടുക്കുക. ഹോമോജീനിയസ് ഇക്വേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിലും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെങ്കിലും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വൈ എച്ച് കാണാനുള്ള ഇക്വേഷനും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വൈ പി കാണാനാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, second order differential equation y double dash plus p of x into y dash plus q of x into y equal to r of x with arbitrary variable functions p, q and r that are continuous on some interval I. The method of given particular solution yp of equation 1 is in the form yp equal to minus y1 into integral of y2r divided by w into dx plus y2 into integral of y1r divided by w dx, where y1 and y2 form a basis of solution of the homogeneous differential equation y double dash plus p of x into y dash plus q of x into y equal to 0. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ജനറൽ ഫോം, ഈ ഒരു ഫോമിലാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നതെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നെങ്കിൽ വൈ പി കാണാൻ വേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ പറയുന്നത് എത്രയേ ഉള്ളൂ, വൈ പി കാണേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ വൺ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വൈ ടു ആർ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ടു ഇൻറ്റു ഇന്റഗ്രൽ വൈ വൺ ആർ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ്. ഇവിടെ വൈ വണ്ണും വൈ ടു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. അതായത് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സിന്റെ വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സിന്റെ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണാം. ആ സൊല്യൂഷനാണ് എന്ത് ചെയ്യുക, വൈ വണ്ണും വൈ ടു എന്ന് പറയുന്നത്. അതായത് ബേസിസ്, ആ സൊല്യൂഷൻ കാണുമ്പോഴുള്ള ബേസിസ് ആണ് നമ്മുടെ വൈ വണ്ണും വൈ ടു. അപ്പോൾ വൈ വണ്ണ് ഒരു ബേസിസ്, അതുപോലെ വൈ ടു രണ്ടാമത്തെ ബേസിസ്. അങ്ങനെ വൈ വണ്ണും വൈ ടു ബേസിസ് ആയിട്ട് എടുക്കുന്നു. അതാണ് ഇവിടുത്തെ വൈ വണ്ണും വൈ ടു. ആർ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, അതാണ് ആർ എന്ന് പറയുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് റോൺസ്കിയാൻ ഓഫ് വൈ വൺ വൈ ടു ആണ്. നമുക്കറിയാം റോൺസ്കിയാൻ ഓഫ് വൈ വൺ വൈ ടു കാണാൻ വേണ്ടി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു, റോൺസ്കിയാൻ ഓഫ് വൈ വൺ വൈ ടു ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് വൈ വൺ വൈ ടു വൈ വൺ ഡാഷ് വൈ ടു ഡാഷ്. ഡിറ്റർമിനന്റ് കാണാം, അതായത് വൈ വൺ ഇൻറ്റു വൈ ടു ഡാഷ് മൈനസ് ഓഫ് വൈ വൺ ഡാഷ് ഇൻറ്റു വൈ ടു. ഇതാണ് ഡബ്ല്യു. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 5 മാർക്കിനൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കാം. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു സീക്ക് എക്സ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ പറഞ്ഞു വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിലും അതുപോലെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റും നമുക്ക് മെത്തേഡ് ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാം. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെങ്കിൽ വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതിൽ ആർ ഓഫ് എക്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആർ ഓഫ് എക്സ് എടുക്കുന്നതിന് മാത്രമായിരുന്നു. ആർ ഓഫ് എക്സിന്റെ കുറെ പെർട്ടിക്കുലർ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും വന്നാലാണ് അത് വൈ പി ചൂസ് ചെയ്യേണ്ട ഫോം നമ്മൾ പഠിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ എന്ന് വെച്ചാൽ സീക്ക് എക്സ് ആണ്. സീക്ക് എക്സിന് നമ്മൾ എന്താണ് വൈ പി ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്ന നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ്. അപ്പം ഈ ഇക്വേഷൻ
സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് ലാംഡ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ലാംഡ സ്ക്വയർ ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ. നമുക്കറിയാം ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓഫ് ദി ഫോം പി പ്ലസ് ഐ ക്യൂ. അപ്പോൾ പി ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഈക്വൽ ടു 1. അപ്പം ജനറൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇ റേസ് ടു പി എക്സ് ഇൻറ്റു എ കോസ് ക്യൂ എക്സ് പ്ലസ് ബി സൈൻ ക്യൂ എക്സ് ആയിരുന്നു. കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ആണെങ്കിൽ വൈ എച്ച് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് 0 ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വൈ എച്ച് ഈക്വൽ ടു ഇ റേസ് ടു പി എക്സ് ഇൻറ്റു എ കോസ് ക്യൂ എക്സ് പ്ലസ് ബി സൈൻ ക്യൂ എക്സ്. ഹിയർ പി ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഈക്വൽ ടു 1. Therefore വൈ എച്ച് ഈക്വൽ ടു ഇ റേസ് ടു 0 എക്സ് ഇൻറ്റു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 0 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. അപ്പോൾ വൈ എച്ച് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വൈ പി ആണ് കാണേണ്ടത്. വൈ പി കാണാൻ വേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം വൈ പി കാണേണ്ട ഇക്വേഷൻ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് വൈ പി കാണേണ്ട ഇക്വേഷൻ ആണ് -y1 ഇൻറ്റു ഇൻറ്റഗ്രൽ y2r ഡിവൈഡഡ് ബൈ w dx പ്ലസ് y2 ഇൻറ്റു ഇൻറ്റഗ്രൽ y1r ഡിവൈഡഡ് ബൈ w dx. അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോമിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ വേണ്ടിയുള്ള മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതേ ഫോമിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീക്ക് എക്സ്. ജനറൽ ഫോമിൻ്റെ കേസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും മാറ്റാനൊന്നുമില്ല. അപ്പം ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ y1 അറിയണം, y2 അറിയണം, അതുപോലെ w അറിയണം, റോൺസ്കിയാനും അറിയണം. അപ്പോൾ ആദ്യം y1 ഉം y2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. YH കാണുമ്പോൾ അതായത് ഇതിൻ്റെ ബേസിസ് ആണ് അല്ലേ. ഇപ്പോൾ y1 ഈക്വൽ ടു എ കോസ് എക്സും y1 ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് y2 ഈക്വൽ ടു സൈൻ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേസിസ് ഓഫ് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാണേണ്ടത് W അതായത് റോൺസ്കിയാൻ ആണ്. അപ്പം റോൺസ്കിയാൻ ഓഫ് y1 y2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അപ്പോൾ y1 ഈക്വൽ ടു കോസ് എക്സ് ആണ്, y2 ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിറ്റർമിനന്റ് ഓഫ് കോസ് എക്സ് സൈൻ എക്സ്, കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ y ഡാഷ് അതായത് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ്. ദെൻ ഡിറ്റർമിനന്റ് കാണാം കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, അപ്പം പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. Therefore, yp equal to yp equation -y1 into integral y2r divided by w dx plus y2 into integral y1r divided by w dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം y1 ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് y2 ഈക്വൽ ടു സൈൻ എക്സ്. അപ്പം മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് y2 സൈൻ എക്സ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സീക്ക് എക്സ് ആണ് ആർ ഉള്ളത്. ആർ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് സീക്ക് എക്സ് ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ w ഈക്വൽ ടു 1 ആണ് കിട്ടിയിട്ടുള്ളത്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് y2 ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് y1 ഈക്വൽ ടു കോസ് എക്സ് ആർ ഈക്വൽ ടു സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ w1 ഈക്വൽ ഇൻറ്റു ഡി എക്സ്. ദെൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോസ് എക്സ് ഇൻറ്റു നമുക്കറിയാം സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ സീക്ക് എക്സിനെ മാറ്റി എഴുതി 1 ബൈ കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇവിടെ അതുപോലെ തന്നെ സീക്ക് എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫ്രാക്ഷൻ ഫോമിലാണ് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നതെങ്കിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആണ്. പ്ലസ് 2 മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ അപ്ലൈ ചെയ്യുന്നു. മൈനസ് കോസ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു മൈനസ് എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ മൈനസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ അതായത് മോഡ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് 1 ഡി എക്സ് ഇൻറ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഇപ്പം കോസ് എക്സ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് വൈപ്പിയും കിട്ടി, വൈ എച്ചും കിട്ടി. നെക്സ്റ്റ് ജനറൽ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൻ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഇസ് y ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എച്ച് ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ്. ദിസ് ഈസ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൻ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Second question, solve the following non-homogeneous Euler-Cauchy equation x square y double dash minus 4x y dash plus 6y equal to 21 x raised to minus 4 by the method of variation of parameters.
Solution, given that x square y double dash minus 4x y dash plus 6y equal to 21x raised to minus 4. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ ആദ്യമായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇപ്പോൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 4x y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഓഫ് ദി ഫോം എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് ax y ഡാഷ് പ്ലസ് by ഈക്വൽ ടു 0. അതായത് ഓയിലർ കോഷി ഇക്വേഷന്റെ ഫോമിലാണ് ഇതുള്ളത്. ഓയിലർ കോഷി ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എം സ്ക്വയർ പ്ലസ് a minus 1 into m plus b equal to 0. അപ്പോൾ ഹിയർ അതായത് ഈ ഇക്വേഷനും ഈ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോൾ a ഈക്വൽ ടു -4 എന്നും b ഈക്വൽ ടു 6 എന്നും കിട്ടുന്നു. അത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇംപ്ലൈസ് m സ്ക്വയർ പ്ലസ് a ഈക്വൽ ടു -4 -1 into m plus b ഈക്വൽ ടു 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു m സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. implies m equal to quadratic equation which solve ചെയ്യാം minus of minus 5 plus or minus root of minus 5 whole square minus 4 into 1 into 6 divided by 2 into 1. That is equal to 3 or 2. അതായത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആണെങ്കിൽ ഓയിലർ കോഷി ഇക്വേഷനിൽ YH കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് C1 x raised to m1 plus C2 x raised to m2 ആണ്. അപ്പോൾ m1 ഈക്വൽ ടു 3 എന്നും കിട്ടി, m2 ഈക്വൽ ടു 2 എന്നും കിട്ടി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം C1 x ക്യൂബ് പ്ലസ് C2 x സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് YP ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചാണ് YP കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ നമുക്കറിയാം y1 അറിയണം, y2 അറിയണം, w അറിയണം. അപ്പോൾ y1 എന്ന് പറയുന്നത് ബേസിസ് ഓഫ് സൊല്യൂഷൻ ആണ്. അതായത് y1 ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y1 ഈക്വൽ ടു x ക്യൂബ് ആൻഡ് y2 ഈക്വൽ ടു എക്സ് സ്ക്വയർ. Then Wronskian of y1 y2, that is equal to determinant of y1 y2 y1 dash y2 dash. y1 equal to x cube and y2 equal to x square. y1 dash x cube ന്റെ ഡിഫറൻസിയേഷൻ 3x square, y2 dash ന്റെ ഡിഫറൻസിയേഷൻ 2x. then determinant കാണാം x square into 2x, that is equal to 2x raised to 4 minus 3x square into x square, that is equal to 3x raised to 4. that is equal to minus x raised to 4 എന്ന് കിട്ടി. അപ്പോൾ Wronskian minus x raised to 4 എന്ന് കിട്ടി. ദെൻ നമുക്കറിയാം ഈ ഇക്വേഷൻ YP മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണോ നോക്കുക. സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് YP മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതായത് ഈ ഒരു ഫോമിലായിരിക്കണം. y ഡബിൾ ഡാഷ് പ്ലസ് p of x into y ഡാഷ് പ്ലസ് q of x into y ഈക്വൽ ടു r of x. അതായത് y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് x സ്ക്വയർ ആണുള്ളത്. അപ്പോൾ ഈ x സ്ക്വയർ എന്നുള്ളത് 1 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1നെ x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം x സ്ക്വയർ y ഡബിൾ ഡാഷ് ഡിവൈഡ് ബൈ x സ്ക്വയർ മൈനസ് 4x divided by x square into y dash plus 6 divided by x square into y equal to 21x raised to minus 4 divided by x square. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് y ഡബിൾ ഡാഷ് മൈനസ് 4 ബൈ എക്സ് വൈ ഡാഷ് പ്ലസ് 6 ബൈ എക്സ് സ്ക്വയർ y ഈക്വൽ ടു 21x raised to minus 4 എന്ന് കിട്ടി. Therefore, YP equal to YP in equation minus y1 into integral y2r divided by w dx plus y2 into integral y1r divided by w dx. That is equal to y1 equal to x cube and y2 equal to x square and w equal to minus x raised to 4, r equal to 21x raised to minus 6. അല്ല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഇൻറ്റഗ്രൽ y2 ഈക്വൽ ടു എക്സ് സ്ക്വയർ r ഈക്വൽ ടു 21x raised to minus 6 ഡിവൈഡഡ് ബൈ w ഈക്വൽ ടു മൈനസ് എക്സ് raised to 4 dx പ്ലസ് y2 എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ y1 എക്സ് ക്യൂബ് r ഈക്വൽ ടു 21x raised to minus 6 ഡിവൈഡഡ് ബൈ w മൈനസ് എക്സ് raised to 4 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പം 21x ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ into x raised to minus 6, that is equal to x raised to minus 4. x raised to 4നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ x raised to minus 4. അപ്പോൾ x raised to minus 4 into x raised to minus 4, that is equal to x raised to 8 minus 21x square into x cube into x raised to minus 6, that is equal to x raised to minus 3 into x raised to minus 4, that is equal to x raised to minus 7 dx. Then integrate ചെയ്യുന്നു. 21x cube into integral of x raised to n equal to x raised to n plus 1 divided by n plus 1. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ x raised to minus 8 plus 1 divided by minus 8 plus 1, that is equal to x raised to minus 1 7 divided by minus 7 minus 21x square into ഇവിടെ x raised to n ന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ x raised to minus 7 plus 1 divided by minus 7 plus 1, that is equal to x raised to minus 6 divided by minus 6, that is equal to
21 divided by minus 1, that is equal to 3. X cube into x raised to minus 1, that is equal to x raised to minus 4, plus 21 divided by 6, that is equal to 7 by 2 into x raised to 2 into x raised to 6, that is equal to x raised to minus 4. That is equal to 1 by 2 into x raised to minus 4. അപ്പോൾ yp equal to 1 by 2 into x raised to minus 4 എന്ന് കിട്ടി. Therefore, general solution of the given non-homogeneous equation is y equal to yh plus yp, that is equal to c1 x cube plus c2 x square plus 1 by 2 into x raised to minus 4. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.